السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനൊരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയെ കാണാൻ ഒരിക്കൽ ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് രാജാവ് വരുന്നുണ്ട്. അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ വീട് സന്ദർശിക്കുകയാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല താമസിച്ചിരുന്നത് ഒരു ചെറിയ വീട്ടിലാണ്, വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ആ വീട് കണ്ട് തിരിച്ചു പോകുമ്പോൾ ഖാലിദ് രാജാവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലോകമറിയപ്പെടുന്നൊരു പണ്ഡിതനാണ്, നിങ്ങൾ താമസിക്കുന്നത് ഈ ചെറിയ വീട്ടിലാണ്, അപ്പം നിങ്ങൾക്ക് ഞാനൊരു വീട് പണിതു തരട്ടെ? അപ്പം അതിന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല നൽകുന്ന മറുപടി, അതിൻ്റെ ആവശ്യമില്ല, അധികം വൈകാതെ ഞാൻ സാലിഹിയയിലേക്ക് താമസം മാറും, അവിടെ എനിക്കൊരു വീടുണ്ട്. അപ്പോൾ ഈ മറുപടി കേട്ടപ്പോൾ രാജാവിനും ആശ്വാസമായി. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള ഒരു പണ്ഡിതൻ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ വീട്ടിൽ കഴിയേണ്ട കാര്യമില്ലല്ലോ. രാജാവ് പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അല്ല ഉസ്താദെ, സാലിഹിയയിൽ നിങ്ങൾക്കൊരു വീടുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലല്ലോ. അപ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അവരോട് പറഞ്ഞത്, സാലിഹിയയിലല്ലേ നമ്മുടെ മക്ബറ, നമ്മുടെ ഖബർസ്ഥാൻ, അങ്ങോട്ട് താമസം മാറുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നാൽ. അവരൊക്കെ ഈ ദുനിയാവിൽ വളരെ സിമ്പിളായിട്ട് ജീവിച്ച് യാത്ര പറഞ്ഞ ആളുകളാണ്. ആഖിറത്തിന് വേണ്ടിയിട്ട് അവരൊക്കെ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി, അവർക്ക് വേണ്ടതൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഈ കൂടിയിരുത്തവും അറിവിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് വേണ്ടി സാക്ഷി പറയണം. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സൂറത്തു ശുഅറയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ 13 ആയത്തുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 14-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് എടുക്കാനുള്ളത്. ആദ്യം ആ ഭാഗം ഒന്ന് പാരായണം ചെയ്യാം, നിങ്ങൾ കൂടെ ഓതുക. أعوذ بالله من الشيطان الرجيم. ولهم علي ذنب فأخاف أن يقتلون. قال كلا فاذهبا بآياتنا إنا معكم مستمعون. فأتيا فرعون فقولا إنا رسول رب العالمين. أن أرسل معنا بني إسرائيل. നമ്മൾ വളരെ സാവകാശമാണ് പോകുന്നത്.
അപ്പോൾ ഹിഫ്ലിൻ്റെ കാര്യം എല്ലാ ക്ലാസ്സിലും നമ്മൾ ഓർമ്മപ്പെടുത്തലുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, അത് ശ്രമിക്കുക. നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ട് നടക്കാത്തതും ശ്രമിച്ചുകൊണ്ട് കഴിയാത്തതും രണ്ടും രണ്ടാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മൾ നിലവിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു റസൂലായിട്ട് തിരഞ്ഞെടുത്തു. ഫിർഔൻ്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു. ഫിർഔനോട് എന്ത് പറയണം എന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്ക് കുറച്ച് തടസ്സങ്ങളുണ്ട്, എൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോയേക്കാം, നാവിന് ഒഴുക്കുണ്ടാവില്ല, ആ ജനങ്ങൾ എന്നെ കളവാക്കും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ മൂസാ നബി പറയുന്ന അടുത്തൊരു കാരണമാണ് 14-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത്. വലഹും അലയ്യ ദംബുൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. വലഹും അവർക്കുണ്ട്, വലഹും അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഫിർഔനിനും കൂട്ടർക്കും ഉണ്ട്. അലയ്യ എൻ്റെ മേൽ, അല എന്ന് പറഞ്ഞാൽ മേലെന്നാണ് അർത്ഥം. അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ. അസ്സലാമു അലൈക്കും. അലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേൽ. നമ്മൾ തശഹൂദിൽ പറയലില്ലേ, അസ്സലാമു അലൈന വ അല ഇബാദില്ലാഹി സാലിഹീൻ. നമ്മുടെ മേലും അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകളുടെ മേലും അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ അല എന്ന് പറഞ്ഞാൽ മേലെന്നാണ് അർത്ഥം. അലയ്യ എൻ്റെ മേൽ അവർക്കുണ്ട്. ദംബുൻ ഒരു തെറ്റ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ദംബുൻ എന്ന് പറഞ്ഞാൽ തെറ്റ്, പാപം, കുറ്റം എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് ദുനൂബ്. അഹ്സൻതും. ദംബുൻ ജംആണ് ദുനൂബ്. നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ വഅബൂഹു ലക ബിനിഅമതിക അലൈ വഅബൂഹു ലക ബിദംബി. എൻ്റെ പാപം, എൻ്റെ തെറ്റുകൾ ഞാനിതാ സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പോൾ ദംബുൻ എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അർത്ഥം. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ തന്നെ അതിൻ്റെ ബഹുവചനമായ ദുനൂബും വരുന്നുണ്ട്. അപ്പോൾ വലഹും അലയ്യ ദംബുൻ, എൻ്റെ മേൽ അവർക്കൊരു തെറ്റുണ്ട്, അവരുടെ കണ്ണിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഫഅഖാഫു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു. ഖാഫ യഖാഫു ഖൗഫുൻ എന്ന് പറഞ്ഞാൽ പേടിക്കുക, ഭയപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് ഭയപ്പെടുന്നത്? അൻ യഖ്തുലൂൻ, അവരെന്നെ കൊന്നുകളയുമെന്ന്, അവരെന്നെ വധിക്കുമെന്ന്. ഖതല യഖ്തുലു എന്ന് പറഞ്ഞാൽ കൊല്ലുക, വധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അറുക്കുന്നതിന് എന്താ പറയുക? ദബഹ അല്ലേ, അറുത്തു. വേറെന്താ വാക്ക്? ഫസല്ലി ലിറബ്ബിക വൻഹർ അല്ലേ, നീ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും അറവ് നടത്തുകയും ചെയ്യുക. നമ്മൾ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യേണ്ടതാണെങ്കിൽ, അറിയാത്ത വാക്കുകളൊക്കെ പറയുമ്പോൾ നോട്ട് ചെയ്യാൻ കഴിയുന്നവരെന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. പിന്നെ ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. സൂറത്തുൽ കൗസർ ഓതുമ്പോൾ ഫസല്ലി ലിറബ്ബിക വൻഹർ, അപ്പോൾ നെഹർ എന്ന് പറഞ്ഞാൽ അറവാണ്. ശരിക്കും നെഹറ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തൊക്കെ അറുക്കുന്നതിനാണ് പൊതുവേ പറയാറുള്ളത്. സാധാരണ പശുവിനെ അറുക്കുന്ന പോലെയല്ലല്ലോ ഒട്ടകത്തെ അറുക്കുക. നമ്മൾ ഒട്ടകത്തെ അറുക്കുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. രണ്ട് രീതിയിലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ അതെ, അതിനാണ് ശരിക്ക് നെഹറ എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ അവർ പ്രതിക്രിയ ചെയ്യും, അവരെന്നെ കൊന്നുകളയുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. അതും അവരുടെ അടുക്കിലേക്ക് പോകാനുള്ളൊരു തടസ്സമായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനോട് പറയുകയാണ്. അപ്പോൾ എന്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചെയ്ത തെറ്റ്? ഒരു കിബ്തിയെ വധിച്ചു അല്ലെ, കോപ്റ്റുകളിൽപ്പെട്ട ഒരാളെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അബദ്ധത്തിൽ സംഭവിച്ചൊരു തെറ്റാണത്. അത് സൂറത്തുൽ ഖസസിൽ വിശദമായിട്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ തെറ്റിനെ പറ്റിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവിടെ പറയുന്നത്, എനിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന്. ആ ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്ന ഒരു സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അങ്ങാടിയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അങ്ങാടിയിൽ ചെല്ലുന്ന സമയത്താണ് ഒരു ഇസ്രായേലിയും അതുപോലെ തന്നെ ഒരു കിബ്തിയും തമ്മിലുള്ള തർക്കവും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ
കാണുന്നത്. അപ്പോൾ ഈ സമയം അത് ഉച്ച ഉറക്കത്തിൻ്റെ സമയമാണ്, അതല്ല സന്ധ്യാസമയമാണെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ തഫ്സീറുകളിൽ കാണാൻ പറ്റും. ഏതായാലും അധികം ആരും ശ്രദ്ധിക്കാത്തൊരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, മൂസാ നബി പുറത്തിറങ്ങുന്നത്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും കാണുന്നത്. ഈ കിബിത്തി ഇസ്രായേലിയെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിച്ചു, അയാൾക്ക് കഴിയാത്ത ഭാരമുള്ള ജോലി ചെയ്യിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ തഫ്സീറുകളിലുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ മനുഷ്യൻ വിളിക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സഹായത്തിന് വിളിച്ചു. അപ്പോൾ ഇസ്രായേലിയാണ് മൂസാ നബിയും. മൂസാ നബി അടിസ്ഥാനപരമായിട്ട് ഇസ്രായേലിയാണല്ലോ. അപ്പോൾ തൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരാൾ സഹായത്തിന് വിളിച്ചപ്പോൾ അയാളെ സഹായിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തുനിഞ്ഞു. പിടിച്ച് മാറ്റുന്നതിനിടയിൽ ഒരു കുത്തു കൊടുത്തു. ആ കുത്ത് കുറച്ച് കടുപ്പുള്ള കുത്തായിരുന്നു. ഫവകസഹു മൂസ ഫഖദ അലൈഹി. ആ കുത്തിൽ മൂപ്പരെ പണി തീർന്നു. അറിയാതെ സംഭവിച്ചൊരു തെറ്റാണ്. അങ്ങനെ ഇത് വളരെ രഹസ്യമായിട്ടാണ്, ഇത് അധികം അറിഞ്ഞിട്ടില്ല. അതിന് അടുത്ത ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇറങ്ങി നടക്കുമ്പോൾ ഇന്നലെ അടിയുണ്ടാക്കിയ അതേ ആളുണ്ട് ഇന്നും അടിയുണ്ടാക്കുന്നു. ഇന്നലെ തല്ലുണ്ടാക്കി ഇസ്രായേലി ഇന്നും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് മൂപ്പരൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, ഇന്നക ലഗവിയ്യുൻ മുബീൻ, ഇത് വല്ലാത്തൊരു ചങ്ങായി തന്നെയാണ്, ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ഇങ്ങനൊരു പ്രശ്നക്കാരനാണല്ലോ എന്ന് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഖാല യാ മൂസ അതുരീദു അൻ തഖ്തുലനി കമാ ഖതൽത നഫ്സൻ ബിൽ അംസ്, ഇന്നലെ ഒരാളെ കൊന്നതുപോലെ ഇനി ഇന്നെ കൊല്ലാനാണോ ഇത് നോക്കുന്നത് എന്ന് കിബ്തി പറഞ്ഞു. താൻ അത് ഇസ്രായേലിയാണ് പറഞ്ഞതെന്നുള്ള അഭിപ്രായമുണ്ട്. ഇസ്രായേലിൻ്റെ നേരെ വന്നപ്പോൾ ഇസ്രായേൽ വിചാരിച്ചു മൂപ്പരെ കൊല്ലാനാണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് മൂപ്പർ തന്നെയാണത് വിളിച്ച് പറയുന്നതെന്നുള്ള നിലക്ക് തഫ്സീറുകൾ കാണാം. എന്നാൽ ശരിയായ അഭിപ്രായം അത് കിബ്തി പറഞ്ഞു എന്നുള്ളതാണ്. സംഭവം ഇതൊരു രഹസ്യമായ വിവരമാണെങ്കിലും ഇത് ഫ്ലാഷായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അണിയറയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലാനുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട്. അതാണല്ലോ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്, വജാ റജുലുൻ മിൻ അഖ്സൽ മദീന, ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, യാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക് ലിയഖ്തുലൂക്, അവർ നിന്നെ കൊല്ലാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വേഗം നാട് വിട്ടു പോകണം. ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ, തീർച്ചയായിട്ടും ഞാൻ നിന്നോട് ഗുണകാംക്ഷയുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്ക് കേട്ടിട്ട് നീ എന്ത് ചെയ്യണം, ഈ നാട്ടിൽ നിന്ന് പോകണം, അതല്ല എങ്കിൽ ഫിറഔനും കൂട്ടരും നിന്നെ വധിച്ച് കളയും. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്നൊരു പാഠം എന്താ വെച്ചാൽ, ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്, സംഭവം രഹസ്യമായിട്ട് നടന്നൊരു സംഗതിയാണെങ്കിലും ഈ വാർത്ത പറഞ്ഞിട്ടുണ്ട്, അത് ഫിറഔനും കൂട്ടരും അറിഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലാൻ അവർ പ്ലാൻ ചെയ്തിട്ടും ഉണ്ട്. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ എവിടേക്ക് പോകുന്നത്, മദിയനിലേക്ക് നാട് വിട്ട് പോകുന്നത്. ശരിക്കും ഇവിടെ ഇതിപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാഹു അലം ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളതൊന്നും കുറേ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നില്ല. പക്ഷേ എന്തായാലും ഇവിടെ അയാൾ രണ്ടാമതൊരു തെറ്റ് ആവർത്തിക്കുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അടിസ്ഥാനമാണ്, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് രണ്ടാമത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാനം കൂടിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മറത്തൈൻ, ഒരു മാളത്ത് നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, 2 തവണ പാമ്പ് കടിക്കാൻ പാടില്ല. ഈ മാളെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണല്ലോ. അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാകും, തേളുണ്ടാകും, പല ജന്തുക്കളും ഉണ്ടാകും. അപ്പോൾ ഒരു മാളത്തിൽ നിന്ന് ഒരു തവണ കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്ന് കടിക്കാൻ പാടില്ല. ഒരു അബദ്ധം സംഭവിക്കാം ആർക്കായാലും, പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, കൂടുതൽ ശ്രദ്ധിക്കണം. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു സന്ദർഭം കൂടി ഇബ്നു ഹിഷാം റഹിമുള്ളയും ഇബ്നു ഇസ്ഹാഖ് റഹിമുള്ളയൊക്കെ അവരുടെ സീറയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞു, അപ്പോൾ ബന്ദികളുണ്ട്. ആ ബന്ദികളുടെ കൂട്ടത്തിൽ അബൂ അസ്സ എന്നൊരു ഷാഇറിനെ കൂടി പിടിച്ചിട്ടുണ്ട്. ആരാ ഷാഇർ എന്ന് പറഞ്ഞാൽ കവി. നമ്മുടെ സൂറത്തിൻ്റെ പേര് ഷുഅറ ആണ് അല്ലേ, ഷാഇറുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഷുഅറ. അപ്പോൾ അബൂ അസ്സ എന്നൊരു കവിയെ കൂടി പിടിച്ചിട്ടുണ്ട്. ഇയാൾ ഇസ്ലാമിനെതിരെ ഒരുപാട് കവിതകളൊക്കെ പാടിയ ഒരു ചങ്ങാതിയാണ്. അപ്പോൾ ഇയാളെ ബന്ദികളുടെ കൂട്ടത്തിൽ പിടിച്ച സമയത്ത്, ബദറിലെ ബന്ദികളുടെ കൂട്ടത്തിൽ പല നിലക്കുള്ള സമീപനങ്ങൾ എടുത്തവരുണ്ട്. ചിലരെ നബി വിട്ടയച്ചിട്ടുണ്ട്, ചിലരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോ മസ്ലഹത്ത് പരിഗണിച്ചിട്ടാണ്, നന്മ പരിഗണിച്ചിട്ട് ചെയ്ത കുറേ സംഗതികളുണ്ട്. അപ്പോൾ അബൂ അസ്സ പിടിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പെൺകുട്ടികളുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ നോക്കാൻ ആളില്ല, കുറേ പ്രാരാബ്ദങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ വെറുതെ വിടണം.
അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ അസ്സയെ ബദറിൻ്റെ സമയത്ത് എന്ത് ചെയ്യാണ്, വെറുതെ വിടുകയാണ്, ഒഴിവാക്കി കൊടുത്തു. അയാളോട് ആ സമയത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യാൻ പാടില്ല, ഇസ്ലാമിനെതിരെ തിരിയാൻ പാടില്ല, ഇനി മുസ്ലിങ്ങൾക്കെതിരെ കവിത പാടാൻ പാടില്ല, ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യണം. അയാളതൊക്കെ അംഗീകരിച്ചിട്ടാണ് തിരിച്ചു പോയത്. അങ്ങനെ മക്കയിലെത്തി. പിന്നീട് ബദറിൻ്റെ പ്രതികാരത്തിന് വേണ്ടി മക്കക്കാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സഫ്വാൻ ഇബ്നു ഉമയ്യ വന്നിട്ട് അബൂ അസ്സയെ കണ്ടിട്ട് പറയുന്നുണ്ട്, നീ ഒരു കവിയാണ്. ജാഹിലിയ കാലം എന്നും നബിൻ്റെ കാലം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു മീഡിയയാണ് കവിത എന്നുള്ളത്. യുദ്ധങ്ങളിലൊക്കെ അവർ കവികളെ കൂടെ കൂട്ടിയിരുന്നു, ഒരു ഉന്മേഷണത്തിനും ഉണർവിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നീ എന്ത് ചെയ്യണം, മക്കക്കാരൊക്കെ ഒന്ന് പ്രോത്സാഹനം കൊടുത്ത് അവർക്കൊരു മോട്ടിവേഷൻ കൊടുത്തിട്ട് അവരെ ഉഹദിലേക്ക് എത്തിക്കണം. അപ്പോൾ അബൂ അസ്സ പറഞ്ഞു, ഞാനിങ്ങനെ മുഹമ്മദിന് വാക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റൂല. പറഞ്ഞു, നീ മരിക്കുകയാണെങ്കിൽ നിൻ്റെ മക്കളുടെ കാര്യം ഞാൻ ഏറ്റെടുത്ത്, അതൊന്നും ബേജാറാവണ്ട, ഈ ഇറങ്ങണം എന്ന് പറഞ്ഞു. അബൂ അസ്സ ഇറങ്ങി ഉഹദിലേക്ക്. അബൂ അസ്സയും മക്കക്കാരുടെ കൂടെ വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഉഹദിലാകെ ഒരു വന്ധ്യേ ഉള്ളൂ, അത് അബൂ അസ്സയാണ്. ഉഹദിലാകെ പിടിക്കപ്പെട്ട ഒരേ ഒരാൾ അബൂ അസ്സയാണ്. അങ്ങനെ ഈ ചങ്ങായി നബിൻ്റെ മുമ്പിൽ വന്നിട്ട് രണ്ടാമത് പറയുന്നുണ്ട്, നബി ആകെ പ്രശ്നമാണ്, ദാരിദ്ര്യമാണ്, പെൺകുട്ടികളുണ്ട്, നിങ്ങളെന്നെ വെറുതെ വിടണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ യുൽദഉൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മറത്തൈൻ. ഒരു തവണ പാമ്പ് കടിച്ചു, ഇനി രണ്ടാമതെന്ത് ചെയ്യൂല, പാമ്പ് കടിക്കൂല. കും യാ സുബൈർ, തീർത്ത് കളയണം. സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് തീരുമാനമാക്കാൻ പറഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയാനുള്ളൊരു സാഹചര്യമെന്ന് സിറയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സിഹത്തുമായി ബന്ധപ്പെട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന പാഠം എന്താണെന്ന് വെച്ചാൽ, ഒരു അബദ്ധം നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ രണ്ടാമത് എന്ത് ചെയ്യാൻ പാടില്ല, അതേ അബദ്ധം സംഭവിക്കാൻ പാടില്ല. നമ്മളൊരു ബിസിനസ് തുടങ്ങി, ഒരാൾ നമ്മളെ പറ്റിച്ചു, രണ്ടാമത് അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ പറ്റിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവത്തിൽ ആ ഇസ്രായേലിയുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഇയാൾ രണ്ടാമതും പ്രശ്നം ഉണ്ടാക്കിയത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ മദിയനിലേക്ക് ഓടിപ്പോകുന്നത്. ഇനി മദിയനിലെത്തിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവിടെ കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് കഴിയുന്നുണ്ടല്ലോ, അത് ഷുഐബ് നബി അലൈഹി സ്വലാമയാണോ? അഹ്സൻറ്റ്, അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ നിങ്ങളെ അഭിപ്രായം? അത് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അല്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. അത് റജുലുൻ സാലിഹ്, മദിയനിൽ ജീവിച്ചിരുന്ന ഒരു സാലിഹായ മനുഷ്യനായിരുന്നു. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കണ്ട മദീനിലെ ആൾ എന്നതാണ് ശരിയായ അഭിപ്രായം. ഷുഐബ് നബിക്കും മൂസാ നബിക്കും ഇടയിൽ ഒരുപാട് വർഷത്തൊരു ഗ്യാപ്പുണ്ട്. ലൂത്ത് നബീൻ്റെ ഒക്കെ ഒരു കാലത്താണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമയം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മുമ്പ് ഷുഐബ് നബിയുടെ കാലം. അപ്പോൾ മദീനയിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കണ്ടുമുട്ടിയത് ആരെയല്ല, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ല എന്നതാണ് ശരിയായ അഭിപ്രായമായിട്ട് ഇബ്നു കസീർ റഹിമഹുള്ളയൊക്കെ പറയുന്നത്. അല്ലാഹു അലം. അതെ, ഒരേ സമയത്ത് തന്നെ പല ഭാഗത്തായിട്ട് എന്തുണ്ട്, നബിമാരുണ്ട്. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നുണ്ടല്ലോ, അവർക്ക് വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചപ്പോൾ പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ അടുത്തേങ്ങോട്ടാണ് പോകുന്നത്, ലൂത്ത് നബിൻ്റെ അടുക്കലേക്ക് പോകാനുള്ള ആൾക്കാരാണ് ഞങ്ങൾ, അള്ളാഹുവിൻ്റെ മലക്കുകളാന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ പല ഭാഗങ്ങളായിട്ട് നബിമാരുണ്ടാകും. അപ്പോൾ തന്നെ ഒരേ നാട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ നബിമാരും ഉണ്ടാകും. ഇപ്പോൾ മൂസാ നബിയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും സക്കരിയ നബിയും യഹ്യ നബിയും അവരൊക്കെ ഒരേ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. അല്ലാഹു അലം. അപ്പോൾ ആ ഷുഐബും ഈ ഷുഐബും ഒന്നല്ല. അതുപോലെ തന്നെ ഹാറൂൻ അലൈഹിസ്സലാം, മറിയം ബീവിയുടെ സഹോദരനായിട്ട് ഒരു ഹാറൂനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഅയ്യ. എന്ത് പണിയാണ് മറിയം നീ കാണിച്ചത്? അവിടെ യാ ഉഖ്ത ഹാറൂൻ എന്നാണ് വിളിക്കുന്നത്, ഹാറൂനിൻ്റെ സഹോദരി എന്നാണ് വിളിക്കുന്നത്. നിൻ്റെ ഉപ്പയും ഉമ്മയൊന്നും ഈ ജാതി മനുഷ്യന്മാരായിരുന്നില്ല, നിൻ്റെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മറിയം ബീവി അവർ പരിഹസിക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ യാ ഉഖ്ത ഹാറൂൻ എന്ന് പറയുന്നത് ഏത് ഹാറൂനാണ്? മൂസാ നബിൻ്റെ കൂടെയുള്ള ഹാറൂനാണോ? അല്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലവും മറിയം ബീവിയുടെ കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നജ്റാനിൽ വെച്ചിട്ട് മുഗീറത്ത് ബിൻ ശുഅബയോട് ക്രിസ്ത്യാനികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഖുർആനിൽ യാ ഉഖ്ത ഹാറൂൻ ഓതുന്നുണ്ടല്ലോ, ശരിക്ക് ഹാറൂൻ നബിയുടെയും മറിയം ബീവിൻ്റെയും കാലം ഒരുപാട് മാറ്റമുണ്ടല്ലോ, അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെ യാ ഉഖ്ത ഹാറൂൻ ഓതുകയെന്നാണ്. അപ്പോൾ മുഗീറത്ത് ബിൻ ശുഅബക്ക് ആ സമയത്ത് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണിത് സംഭവം, അപ്പോൾ ഇങ്ങനെ വലിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഈ ഹാറൂന് ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയൊക്കെ പേര് വിളിക്കുക എന്നുള്ളൊരു രീതി അന്നത്തെ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നു താൻ. അപ്പോൾ ആ ഹാറൂൻ എന്നുള്ള നബിയുടെ പേര് എന്ത് ചെയ്തതാണ്, ആ മറിയം ബീവിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു സ്വാലിഹായ മനുഷ്യന് വേറെ ആൾ വിളിച്ചതാണ്. അപ്പോൾ അത് രണ്ടും രണ്ട് ഹാറൂനുമാരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനോട് പറയുന്ന അടുത്തൊരു ന്യായം. വലഹും അലയ്യ ദംബുൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. അള്ളാഹുവെ, എൻ്റെ മേൽ ഒരു തെറ്റുണ്ട്, ആ തെറ്റിൻ്റെ മേൽ അവരെന്നോട് പ്രതിക്രിയ ചെയ്യുമെന്ന്, അവരെന്നെ വധിച്ചു കളയുമെന്ന് ഞാൻ പേടിക്കുന്നു. അപ്പോൾ അവിടെ അടുത്തൊരു പോയിൻ്റാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹു തആലയൊക്കെ പറയുന്ന ഒരു സംഗതി. നബിമാർക്കും എന്തുണ്ടാകും? പേടി ഉണ്ടാവും. കാരണം ഓരും മനുഷ്യന്മാരാണ്, ഒരു മലക്കുകളല്ല. മനുഷ്യന്മാർക്കുണ്ടാകുന്ന വികാരങ്ങൾ ആർക്കുണ്ടാകും? നബിമാർക്കും ഉണ്ടാകും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് മക്കക്കാർ പറഞ്ഞല്ലോ, മാലി ഹാദർ റസൂൽ യഅ്കുലു തആം വയംശി ഫിൽ അസ്വാഖ്. ഇതെന്തൊരു നബിയാണ്, ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടി കൂടെ നടക്കുന്നു. അപ്പോഴാണ് അള്ളാഹു മറുപടി കൊടുക്കുന്നത്, ഇതുവരെ അയച്ചതൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്, ഭൂമിയിലൂടെ നടക്കുന്നത് മലക്കുകളാണെങ്കിൽ ഒരു മലക്കിന് എന്ത് ചെയ്യും? നബിയായിട്ട് അയക്കും. നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളാണ് നബിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, റസൂലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നബിമാർക്കും പേടി ഉണ്ടാകും, സാധാരണ നിലക്കുള്ള പേടി. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി മാറിയപ്പോൾ മൂസാ നബി പേടിച്ചു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഖാല ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സിറതഹൽ ഊലാ. അതെടുത്തോ, അതിനാ പഴയ രൂപത്തിലേക്ക് തന്നെ ഞാൻ മടക്കി തരും. അതും നമുക്ക് കിട്ടുന്ന വേറൊരു പോയിൻ്റാണ്, ഈ മുഅ്ജിസത്ത് എന്നുള്ളത് ആരുടെ കഴിവല്ല? നബിമാരുടെ കഴിവല്ല. നബിമാരുടെ കഴിവാണെങ്കിൽ മൂസാ നബി പേടിക്കോ? ഇത് നിലത്തിട്ടാൽ പാമ്പായി മാറുന്നു മൂസാ നബിക്ക് അറിയില്ല. ഇനി പാമ്പായി മാറിയാൽ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. മൂസാ നബിൻ്റെ കഴിവാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. കിബത്തികളുമായിട്ട് നടക്കുന്ന മത്സരത്തിൻ്റെ സമയത്തും അവരവരുടെ വടികളും കയറുകളൊക്കെ നിലത്തിട്ട സമയത്ത് ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിൽ പേടി തോന്നിയതാണ്. അവിടെ മൂസാ നബി വിചാരിക്കുന്നില്ല, നിങ്ങൾ ഇട്ടോളി, എൻ്റെ അടുത്ത് അതിനേക്കാളും വലിയ സാധനമുണ്ട്, ഞാൻ ആ വടി നിലത്തിട്ടാൽ നിങ്ങളൊക്കെ പാമ്പിനെ വിഴുങ്ങുന്ന വലിയൊരു സർപ്പായിട്ട് മാറുമെന്ന് ആർക്കറിയില്ല? മൂസാ നബിക്ക് അറിയില്ല. അവിടെയാണ് അള്ളാഹു സമാധാനിപ്പിക്കുന്നത്, പേടിക്കേണ്ട ആവശ്യമില്ല, ഇന്നക അൻതൽ അഅല, നീ തന്നെയാണ് വിജയിക്കുക. ഓക്കെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട അടിസ്ഥാനങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ശിർക്കും ഇതൊക്കെ നടത്താനുള്ള ഏറ്റവും ബേസിക്കായിട്ടുള്ള ന്യായം എന്ന് പറഞ്ഞാൽ കൊടുത്ത കഴിവെന്നാണ് അറിയാം. നബിമാർ അള്ളാഹു അറിയുന്നൊക്കെ അറിയും, ഔലിയാക്കളും അള്ളാഹു കേൾക്കുന്നൊക്കെ കേൾക്കും. അള്ളാഹുവിൻ്റെ കഴിവെന്താണ്? അള്ളാഹുവിൻ്റെ സ്വയം കഴിവാണ്, അത് വേറെ ആൾ കൊടുത്തതല്ല. നമ്മൾ മുഹ്ദി ഷെയ്ഖ് കേൾക്കുന്നു അറിയുന്നതോ, അത് അള്ളാഹു കൊടുത്ത കഴിവാണ്. CM മടവൂർ എന്താ ലോകം നിയന്ത്രിച്ചുകൂടെ? അള്ളാഹു അങ്ങനത്തെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ്റും. അതാണ് അവരുടെ അടിസ്ഥാനം. ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിൻ്റെ ഏത് കഴിവും ആർക്കും കൊടുക്കാം എന്നതാണ്. ആ കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പൊളിച്ചു കൊടുക്കേണ്ടത് അങ്ങനത്തെ ഒരു കഴിവ് എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ മുഅ്ജിസത്തും കറാമത്തൊക്കെ ഔലിയാക്കളും നബിമാരൊക്കെ വിചാരിക്കുമ്പോൾ നടക്കുന്നൊരു സംഗതിയല്ല. ചിലപ്പോൾ ഒരു വിചാരിക്കാത്തപ്പോൾ നടക്കും. മറിയം ബീവിക്ക് ഗർഭമുണ്ടായിട്ട് മറിയം ബീവി സന്തോഷിക്കുക ചെയ്ത്, ഇല്ല, മറിയം ബീവി ദുഃഖിക്കുക ചെയ്ത്. കറാമത്തുണ്ടായിട്ട് ദുഃഖിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു വിചാരിക്കുമ്പോൾ നടക്കുന്നൊരു സംഗതിയല്ല എന്ത്, കറാമത്തും മുഅ്ജിസത്തും ഒന്നും എന്നത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി വെക്കുക. അല്ലാഹു അലം. ആയത്ത് ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞു നോക്കി. വലഹും, അവർക്കുണ്ട്, അലയ്യ, എൻ്റെ മേൽ, ദംബുൻ, ഒരു കുറ്റം, ഒരു പാപം, ഫഅഖാഫു, അതുകൊണ്ട് ഞാൻ പേടിക്കുന്നു, അല്ലെ ഞാൻ ഭയപ്പെടുന്നു, അൻ യഖ്തുലൂൻ, അവരെന്നെ കൊന്നുകളയുമെന്ന്, വധിച്ചു കളയുമെന്ന് ഞാൻ പേടിക്കുന്നു എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്നത്. അല്ലാഹു അലം. ഇനി അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക.
قال كلا فاذهبا بآياتنا إنا معكم مستمعون. قال كلا فاذهبا بآياتنا إنا معكم مستمعون. قال അവൻ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു. അള്ളാഹു മൂസാ നബിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു റിപ്ലൈ കൊടുക്കുകയാണ്, കല്ല, ഒരിക്കലുമില്ല, അങ്ങനെയല്ല, അത് വേണ്ട എന്നൊക്കെയാണ് കല്ല എന്നതുകൊണ്ടുള്ള അർത്ഥം. ഇവിടെ ഒരിക്കലുമില്ല, അവർ നിന്നെ ഒരിക്കലും വധിച്ചു കളയുകയില്ല. ഫദ്ഹബാ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പോകണം. ദഹബ പോയി, യദ്ഹബു പോകുന്നു. ഇവിടെ ഇദ്ഹബ് കൽപ്പന രൂപമാണ്, നീ പോകണം എന്ന ഫിഅൽ അംറാണ്, കൽപ്പന രൂപമാണ്. ഇവിടെ രണ്ടാളുണ്ട്, അതുകൊണ്ടാണ് ഇദ്ഹബ എന്ന് പറഞ്ഞത്. ഒരാളുണ്ടെങ്കിൽ എന്താ പറയുക, ഇദ്ഹബ് എന്ന് പറയാം. രണ്ടിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിലോ ഇദ്ഹബു, അഹ്സൻതും, ഇദ്ഹബു എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ രണ്ടാളുണ്ട്. ആരൊക്കെയാണ് ഈ രണ്ടാൾക്കാർ? മൂസാ നബിയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും. അപ്പോൾ അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ നടത്തിയ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. എങ്ങനെ പോകണം? കയ്യും വീശി പോകാനല്ല പറഞ്ഞത്, ബി ആയാത്തിന, നമ്മുടെ ആയത്തുകൾ കൊണ്ട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നീ പോകണം. ആയത്തുൻ എന്നതിൻ്റെ ജം ആണ് ആയാത്ത്. ഇന്നാ മഅക്കും, തീർച്ചയായും നാം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മുസ്തമിഊൻ, എല്ലാം കേൾക്കുന്നവനായിക്കൊണ്ട്. ഇസ്തമഅ യസ്തമിഉ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് അർത്ഥം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സമിഅ എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടു എന്നാണ്. അള്ളാഹുവിൻ്റെ വിഷയത്തിലെല്ലാം ശ്രദ്ധിച്ച് കേൾക്കൽ തന്നെയാണ്, അള്ളാഹുവിന് അശ്രദ്ധ ഉണ്ടാവില്ല. അപ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അല്ലേ? അള്ളാഹുവിനെ സ്തുതിച്ചവൻ്റെ സ്തുതി കേട്ടിരിക്കുന്നു. സമിഅ കേട്ടു. സമഉ ഉണ്ട്, ഇസ്തിമാ ഉണ്ട്. അതെ, ഇസ്തിമാ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കലാണ്. ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ സമഇലാണ്, കുറേ ആൾക്കാർ ഇസ്തിമായിലാണ്. ഇവിടെ ഇങ്ങനെ ശരീരമുണ്ട്, ശ്രദ്ധ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതിനെന്തും അറിയില്ല, ഇസ്തിമാ എന്ന് പറയില്ല, അതിന് സമഅ എന്നേ പറയുള്ളൂ. സമിഅ കേട്ടു, ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ശബ്ദം മാത്രമല്ല കേൾക്കുന്നത്, പുറത്തുനിന്ന് എന്തൊക്കെ കാറ്റടിക്കുന്ന ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് ഇസ്തിമാ ഇല്ല. ആ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് ഇസ്തിമാ ആണ്. ഇപ്പോൾ വെള്ളിയാഴ്ചയിലെ ഖുതുബനെ പറ്റി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ നേരത്തെ പള്ളിയിലേക്ക് വന്നു, വസ്തമഅ എന്ന പ്രയോഗമാണ് അവിടെ ഹദീസിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് ഖുതുബ ശ്രദ്ധിച്ച് കേട്ടു. അവർക്ക് കിട്ടുന്ന കൂലിയെ പറ്റിയിട്ടൊക്കെ പല ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. വെള്ളിയാഴ്ച നേരത്തെ പള്ളിക്ക് വരുമ്പോൾ കിട്ടുന്ന കൂലി എന്താണ്? ആദ്യം എത്തുന്ന ആൾക്ക് ഫകഅന്നമാ ഖറബ ബദനത എന്ന് പറഞ്ഞത് ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്ത കൂലിയാണ്. അതിനർത്ഥം എന്താ? ആദ്യം വന്ന ആൾക്ക് കിട്ടുന്ന. നേരത്തെ വരണം. ഒരാൾ 10 മണിക്ക് പള്ളിയിലെത്തി, പള്ളിയിൽ ആരും എത്തിയിട്ടില്ല, മൂപ്പരാണ് ഫസ്റ്റ് എത്തിയത്. അപ്പോൾ മൂപ്പർക്ക് ഒട്ടകത്തെ അറുത്ത കൂലി. പിന്നെ ഒരാൾ 11 മണിക്ക് വന്നു, അപ്പോൾ മൂപ്പർ രണ്ടാമത്തെ ആളാണ്, അപ്പോൾ മൂപ്പർക്ക് ആടിനറുത്ത കൂലി. അങ്ങനെയാണോ? അതിൻ്റെ ആ കൂലീൻ്റെ ഓർഡർ എങ്ങനെയാണോ? സമയം അല്ല, എങ്ങനെയാണ് അതിൻ്റെ സമയം? സമയം എന്താണെന്ന് വെച്ചാൽ ഒരാൾ രണ്ടാളെന്നുള്ളതല്ല എൻ്റെ കണക്ക്, സമയത്തിനെത്തുക എന്നുള്ളതാണ്. ആ സമയം എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഖതീബ് മിമ്പറിൽ കയറുന്ന വരെയുള്ള സമയം. ഇപ്പോൾ 6 മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നത് വിചാരിക്കുക, 12:30ക്ക് ഖതീബ് മിമ്പർമ കയറും. ഈ സമയത്ത് എന്ത് ചെയ്യണം? 5 ഡിവൈഡ് ചെയ്യണം. ഈ സമയത്ത് 5 ഡിവൈഡ് ചെയ്തിട്ട് അതിലാദ്യത്തെ സമയത്ത് എത്തുന്നവർക്ക് കിട്ടുന്ന കൂലിയാണ് എന്ത്? ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്ത കൂലി. രണ്ടാമത്തെ സമയത്ത് എത്തുന്നവർക്ക് കിട്ടുന്ന കൂലിയാണ്
ആടിനർത്ത് വിതരണം ചെയ്യുന്ന കൂലി. അവിടെ കബ്ഷൻ അക്രൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. കൊമ്പുള്ള ആട് എന്ന് പറഞ്ഞത്. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടും വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇറച്ചിയിലും തൂക്കത്തിലൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ കൊമ്പുള്ള ആടിനെ അറുത്ത് വിതരണം ചെയ്ത കൂലിയാണ് അവർക്കുള്ളത്. മൂന്നാമത്തെ സമയത്ത് വന്നവർക്കോ കോഴിയാണോ? അല്ല, രണ്ടാമത്തെ സമയത്ത് ആടാണോ? പശുവാണ്, ബക്കറത്താണ്. രണ്ടാമത്തെ സമയത്ത് ബക്കറത്താണ്. മൂന്നാമത്തതാണ് ആട്. നാലാമത്തത് ദജാജ കോഴി. അഞ്ചാമത്തത് ബൈള മുട്ട കൊടുത്ത കൂലി. അപ്പോൾ അങ്ങനെ 5 സമയങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുക ഈ കൂലി കിട്ടുക. അല്ലെങ്കിൽ ആദ്യം വന്ന 5 ആൾക്കാർക്ക് ഈ കൂലി കിട്ടും എന്നുള്ളതല്ല. ഈ 5 സമയങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ 5 സമയങ്ങളിൽ എത്തുന്നവർക്ക് കിട്ടുന്ന കൂലിയാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. സൂര്യൻ ഉദിച്ചത് മുതൽ ഖതീബ് മിമ്പർമ കയറുന്ന വരെയുള്ള സമയത്ത് എന്ത് ചെയ്യുക 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ ദിവസങ്ങൾക്കും സമയങ്ങൾക്കൊക്കെ അനുസരിച്ച് ആ സമയത്തിൽ എന്തുണ്ടാകും, മാറ്റം ഉണ്ടാവും. ഇപ്പോൾ വേനൽക്കാലത്ത് ഇപ്പോൾ പകൽ കുറച്ച് ദൈർഘ്യം കൂടുതലാണെങ്കിൽ ഈ സമയത്തിൽ എന്തുണ്ടാകും, ദൈർഘ്യം ഉണ്ട്. ചിലപ്പോൾ അത് 1 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ 1 മണിക്കൂർ കൂടുതലായിരിക്കും, ചിലപ്പോൾ 1 മണിക്കൂറിൽ കുറവായിരിക്കും. അങ്ങനെ സമയത്തിൻ്റെ ദിവസത്തിൻ്റെ ദൈർഘ്യത്തിനൊക്കെ അനുസരിച്ച് എന്തുണ്ടാകും, ആ സമയത്തിൽ മാറ്റം ഉണ്ടാവും. അതല്ലാതെ ആകെ 5 ആൾക്ക് കിട്ടുന്ന കൂലിയല്ല, ആ 5 സമയങ്ങളിൽ വരുന്നവർക്ക് കിട്ടുന്ന കൂലിയാണ്. അതെ, ഖതീബ് മിമ്പർമ കയറുന്നതാണ് അവസാന സമയം. ഖതീബ് മിമ്പർമ കയറുന്നതോടുകൂടി പിന്നെ ജുമാക്ക് വരുന്നതോടെ ലിസ്റ്റൊക്കെ അടച്ച് മലക്കുകളും ഖുതുബകൾക്കായിരിക്കല്ലേ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, മലക്കുകൾ വരെ എന്ത് ചെയ്യാണ് ആ ഉത്ബോധനം കേൾക്കാൻ ഇരിക്കുകയാണ്. എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് ചില മനുഷ്യന്മാർ അവസാന ഖതീബാണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക പള്ളിക്ക് കയറി വരാം. എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ജുമാക്ക് പങ്കെടുക്കണം, അത് നിർബന്ധമാണ്. അവിടെ ചില മനുഷ്യന്മാരുടെ ധാരണ എന്ന് വെച്ചാൽ നിസ്കാരം നിർബന്ധമാണ്, ഖുതുബ നിർബന്ധമല്ല. അത് ശരിയല്ല. ഖുതുബയും നിർബന്ധമാണ്. ഒരാൾ ഖുതുബ കേൾക്കുന്നില്ലെങ്കിൽ അയാൾക്ക് കുറ്റം കിട്ടും. ബോധപൂർവം കാരണമൊന്നുമില്ലാതെ ഒരാൾ ഖുതുബ ഒഴിവാക്കിയാൽ അയാൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അർഹനാണ്. നിർബന്ധമായൊരു കാര്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അയാൾ ഒഴിവാക്കിയിട്ടുള്ളത്. പിന്നെ പെരുന്നാളിൻ്റെ ഖുതുബ പിന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ നമ്മളെ അറബികളെ കൂടുതൽ അങ്ങനെ ചെയ്യുന്നത് തോന്നുന്നു അല്ലേ. ഖുതുബ കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോകുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ പെരുന്നാൾ പങ്കെടുക്കുന്നത്. ഒരു പകുതിയോളം ആൾക്കാർ എന്ത് ചെയ്യാണ്, സംഭവം നിർബന്ധമല്ല, ആ ഖുതുബ എന്നുള്ളത് എന്തല്ല നിർബന്ധമല്ല. വെള്ളിയാഴ്ച കൂടെ ഖുതുബയുടെ ഹുക്കുമല്ല പെരുന്നാൾ ഖുതുബക്കുള്ളത്. ഒരാൾ കേട്ടിട്ടില്ലെങ്കിൽ കുറ്റമൊന്നും കിട്ടൂല. എന്നാൽ 2 ഖുതുബയുടെയും ഹുക്കുമ നമ്മൾ എന്തുണ്ട്, മാറ്റമുണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മൾ പെട്ടെന്ന് സുന്നത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. സുന്നത്ത് എന്തായാലും നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നല്ലോ, നിസ്കരിക്കാതിരുന്നപ്പോൾ പറഞ്ഞു എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് കയറി ബാങ്ക് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്, ഖതീബ് മിമ്പർമേൽ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ അയാൾ ബാങ്കിന് ജവാബ് കൊടുക്കണോ അതല്ല സുന്നത്ത് നിസ്കരിക്കണോ? അതല്ല ചോദ്യം. അതാണോ മുജീബ്ഖാൻ്റെ ചോദ്യം? ഇല്ലാത്ത ചോദ്യം വെറുതെ ഉണ്ടാക്കി കൊടുത്തു. കൊടുക്കണം. കാരണം നബി ഖുതുബ പറയുമ്പോഴാണ് എന്ത് ചെയ്തത്, നിസ്കരിക്കാൻ പറഞ്ഞത്. അതിനേക്കാളും വലിയൊരു ഖതീബ് ഇനി വേറെ വരാനില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് എന്ത് ചെയ്തത്, എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ മസലയിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താ വെച്ചാൽ അവർ പെട്ടെന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യുക, ഖുതുബ കേൾക്കാൻ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം ഖുതുബ കേൾക്കുക എന്നുള്ളത് നിർബന്ധമാണ്, ബാങ്കിന് ജവാബ് കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ ഒരു നിർബന്ധമായ കാര്യം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, സുന്നത്ത് പിന്നാലെ പോകേണ്ടതില്ല എന്നുള്ള. ഇതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെയൊക്കെ അഭിപ്രായം. ഞാൻ അതല്ലാതെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ബാങ്കിന് ജവാബ് കൊടുത്തിട്ട് പെട്ടെന്ന് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലൊക്കെ ആ അഭിപ്രായക്കാരനാണ്. ഏതായാലും അല്ലാഹു ആലം പെട്ടെന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഖുതുബ കേൾക്കാനിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ശരിയായ അഭിപ്രായമായിട്ട് മനസ്സിലാകുന്നത്. അല്ലാഹു ആലം. ഓക്കെ, അപ്പോൾ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയാണ്, ഖാല കല്ലാ, അങ്ങനെ ഒരിക്കലും ഇല്ല. ഫദ്ഹബ, നിങ്ങൾ 2 പേരും പോകണം. ബി ആയാതിനാ, നമ്മുടെ ആയത്തുകൾ കൊണ്ട്. ഇന്നാ മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മുസ്തമിഊൻ, എല്ലാം കേൾക്കുന്നവനായിക്കൊണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അവിടെ ഇന്നാ മഅക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ ദാത്ത് കൊണ്ട് കൂടെ ഉണ്ട് എന്നാണോ? അല്ല. പിന്നെ അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട്, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട്, കാഴ്ച കൊണ്ട്, കേൾവി കൊണ്ടൊക്കെ
നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എന്ത് കാര്യങ്ങളിലും ഇടപെടണമെങ്കിൽ അള്ളാഹു അതിൻ്റേതായ സമയത്ത് എന്ത് ചെയ്യും, ഇടപെടും. അതല്ലാതെ അള്ളാഹുവിൻ്റെ ദാത്ത് കൊണ്ട് അള്ളാഹു മൂസാ നബിൻ്റെയും ഹാറൂൻ നബിൻ്റെ കൂടെ ഫിറോൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നല്ല അതിൻ്റെ ഉദ്ദേശം. അള്ളാഹു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴിവ് കൊണ്ടും അറിവ് കൊണ്ടും കേൾവി കൊണ്ടൊക്കെ അള്ളാഹു നമ്മുടെ ഒപ്പം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് സൗർ ഗുഹയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ശത്രുക്കൾ നബിനെയും അബൂബക്കറിനെയും തേടി വന്നിരിക്കുകയാണ്, കാല് കാണുന്നുണ്ട്, അബൂബക്കർ ഇങ്ങനെ കരയാണ്. അബൂബക്കറിനെ ആലോചിച്ചിട്ട് അബൂബക്കറിന് പേടിയില്ല, പക്ഷേ നബിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് പേടി. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ വന്നുക യാ അബാ ബക്കർ ബിസ്നൈൻ. ഇവിടെ ഇരിക്കുന്ന രണ്ടാൾക്കാരെ പറ്റിയിട്ട് എന്താ വിചാരിച്ച്, അള്ളാഹു സാലിസുമ, മൂന്നാമത് ഇവിടെ അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞു. അതിനർത്ഥം സൗർ ഗുഹയിൽ അള്ളാഹു ഉണ്ടെന്നാണോ? അല്ല, അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെന്നാണ്. അതല്ലാതെ അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന് ഒരാൾ വിശ്വസിക്കുകയാണെങ്കിലോ അത് കുഫറാണ്, ദീനിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. എല്ലായിടത്തും അള്ളാഹു ഉണ്ടെന്ന് ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് കുഫറാണ്. അതുകൊണ്ടല്ലോ ഒരാൾ മുആവിയത്ത് ബിൻ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അവൾക്ക് ഈമാൻ ഉണ്ടോ എന്ന് അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ്? ആ പെണ്ണിൻ്റെ മറുപടി ഫിസ്സമാ, അള്ളാഹു ആകാശത്താണ്, ഉപരിയിലാണ്. രണ്ടാമത്തെ ചോദ്യം മൻ അന, ഞാൻ ആരാൻ? അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. ബസ് അഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ മോചിപ്പിച്ച അവൾ ഈമാൻ ഉള്ളവളാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അപ്പോൾ അത് അടിസ്ഥാനമാണ്. അള്ളാഹു എവിടെയെന്ന് വെച്ചാൽ അള്ളാഹു ആകാശത്താണ്, അള്ളാഹു ഉപരിയിലാണ്. അമിൻതും മൻ ഫിസ്സമാ അമിൻതും മൻ ഫിസ്സമാ, സൂറത്തുൽ മുൽക്കിലെ തുടർച്ചയായിട്ടുള്ള 2 ആയത്തുകൾ. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, റഹ്മാനായ റബ്ബ് അർശിൻ്റെ മുകളിൽ. അത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന അദബ് കൂടിയാണ്, മര്യാദക്കേട് കൂടിയാണ്. കാരണം അള്ളാഹു നമ്മൾ ചവിട്ടി നടത്തുന്നവർക്ക് അള്ളാഹു ഉണ്ടാവുമോ? ഇല്ല. അപ്പം അത് കുഫറാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാരോട് ചോദിച്ചാൽ മതി, നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ മറുപടി എന്തായിരിക്കും? അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നാണ്. അപ്പം അത് കുഫറാണ്, ഖുർആനെതിരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരാണ്, സഹാബിമാരുടെ അഖീദക്ക് എതിരാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഹാറൂൻ നബിയോടും പറയുന്ന ആ ഒരു ആശ്വാസത്തിൻ്റെ വാക്കാണ്. എൻ്റെ ദീന് പ്രബോധനം ചെയ്യാനാണ് ഇവർ ഫിറൗൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. അവർക്ക് കൊടുക്കുന്ന ഒരു എനർജി, നിങ്ങളെ കൂടെ തന്നെ ഞാനുണ്ട് എന്ന ഉറപ്പാണ് അള്ളാഹു കൊടുക്കുന്നത്. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും, നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് അള്ളാഹു സ്ഥൈര്യം നൽകും. അപ്പോൾ ആ ഒരു ഉറപ്പ് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമക്കും കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ ആയാത്ത് എന്ന് പറഞ്ഞല്ലോ, ആയാത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആയത്തുകളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്? അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ 3 ആയത്തുകളാണുള്ളത്. ഒന്ന്, കൈ കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്താൽ അത് പ്രകാശിക്കുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഫിറൗൻ്റെ കൊട്ടാരത്തിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഈ 3 ആയത്തുകളാണ് ആർക്കുണ്ടായിരുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, വടി, അത് നിലത്തിട്ടാൽ പാമ്പായി മാറും, ആ പാമ്പിനെ പിടിച്ചാൽ അത് വീണ്ടും വടിയായിട്ടും മാറും. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് കൈ കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്താൽ അത് പ്രകാശിക്കുന്നതായിട്ട് കാണും. മൂന്നാമത്തേത് വഹി തന്നെയാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള അള്ളാഹുവിൻ്റെ വഹി. ഈ 3 ആയത്തുകളായിട്ടാണ് ആദ്യമായിട്ട് ഫിറൗൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. ഇതിന് ശേഷം വേറെയും കുറേ ആയത്തുകൾ, ആയാത്ത് അല്ലേ, വേറെയും കുറേ ആയത്തുകൾ ബനു ഇസ്രായേൽക്കാർക്ക് ആയിട്ട് ഫിറൗനും കൂട്ടർക്കൊക്കെ ആയിട്ട് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാമെന്നാണ്. ഇനി ഈ ആയത്ത് നമുക്ക് കിട്ടുന്നൊരു പാഠാണ്, എല്ലാം കേൾക്കുന്നവനായിക്കൊണ്ട് നമുക്കൊരു റബ്ബുണ്ട് എന്നുള്ളത്. എല്ലാ നീക്കങ്ങളും എല്ലാ ചലനങ്ങളും ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഖൗല ബിൻത്ത് സഅലബ റളിയല്ലാഹു അൻഹ പരാതി പറയാൻ ഭർത്താവിനെ പറ്റിയിട്ട്. അപ്പോൾ ആയിഷ ബീവി അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നബിയും ഖൗല റളിയല്ലാഹു അൻഹയും സംസാരിക്കുന്നത് ആയിഷ ബീവി കാണുകയാണ്. പക്ഷെ അവരെന്താ പറയുന്നത് ശരിക്കും ക്ലിയർ ആവുന്നില്ല. ചില കാര്യങ്ങളൊന്നും ആയിഷ ബീവിക്ക് ശരിക്കും കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തഖി ഇലല്ലാഹ്
അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആയത്തിറങ്ങാൻ. ആയിഷ ബീവി കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന ആളാണ്, പക്ഷേ കേൾക്കുന്നില്ല. ആയിഷ ബീവിക്ക് എന്താണ് അവർ സംസാരിക്കുന്നത് ക്ലിയറായിട്ട് കേൾക്കുന്നില്ല. പക്ഷേ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു അത് കേൾക്കുന്നുണ്ട്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, തബാറക്കല്ലദീ വസിഅ സംഉഹു കുല്ല ഷൈ, എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന അള്ളാഹു അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കേൾവിക്കും കാഴ്ചക്കൊക്കെ ഒരു പരിധിയുമില്ലാത്തവനാണ് നമ്മുടെ റബ്ബ് എന്ന ഒരു പാഠം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കുക. ഓക്കെ, 16-ാമത്തെ ആയത്തോടി നോക്കാം. فأتيا فرعون فقولا إنا رسول رب العالمين. فأتيا فرعون فقولا إنا رسول رب العالمين. ഫിർ എന്നതാണ് അവിടെ ഉള്ള ഉച്ചാരണം. ഈ റാക്ക് 2 തരത്തിലുള്ള ഉച്ചാരണങ്ങളുണ്ട്. ആ റാക്ക് സുക്കൂന് വരുമ്പോൾ 2 തരത്തിലുള്ള ഉച്ചാരണങ്ങളുണ്ട്. ഒന്ന് തഫ്ഹീം എന്നാണ് അതിന് പറയുക, കനപ്പിച്ച് ഉച്ചരിക്കുക. 2 തർക്കീക്ക്, നേർപ്പിച്ച് ഉച്ചരിക്കുക. അപ്പോൾ കെസ്റയുള്ള ഒരു അക്ഷരത്തിന് ശേഷമാണ് സുക്കൂനുള്ള റാ വരുന്നതെങ്കിൽ റാക്ക് തർക്കീക്കാണ്, അവിടെ റാ നേർപ്പിക്കണം. അപ്പോൾ അവിടെ ഫിർ ഔൻ എന്നല്ല ഓതേണ്ടത്, ഫിർ ഔൻ എന്നാണ് ഓതേണ്ടത്. എന്നാൽ റാക്ക് സുക്കൂനാണ്, തൊട്ട് മുമ്പ് ഫത്ഹുള്ള അക്ഷരമാണെങ്കിലോ അവിടെ തഫ്ഹീമുമാണ്. ഇത് മാത്രമല്ല, വേറെയും കുറേ നിയമങ്ങൾ തഫ്ഹീമിൻ്റെയും തർക്കീക്കിൻ്റെയും വിഷയത്തിൽ വരുന്നുണ്ട്. വേറെയും കുറേ രീതികൾ, അക്ഷരങ്ങൾ ഒക്കെ മാറുന്നതനുസരിച്ചൊക്കെ വരുന്നതുണ്ട്. ഇപ്പോൾ മറിയം അങ്ങനല്ല, റാക്ക് തന്നെ വേറെയും പല ഭാഗങ്ങളിലും തഫ്ഹീം തർക്കീക്ക് വരുന്നുണ്ട്. ഈ ഫത്ഹയും കസ്റയും ആദ്യത്തിൽ വരുന്നത് മാത്രമല്ല. ഇപ്പോൾ മറിയം അല്ലേ, മറിയം റാക്ക് സുക്കൂനാണ്, തൊട്ട് മുമ്പ് ഫത്ഹയാണ്. അപ്പോൾ അവിടെ മരിയം എന്നല്ല പറയേണ്ടത്, മർ തഫ്ഹീമാണ്, മറിയം. എന്നാൽ ഫിർഔൻ എന്ന് പറയുമ്പോൾ ഫാക്ക് കസ്റയാണ്, അപ്പോൾ ഫിർഔൻ. ഫസ്തഗ്ഫിർഹു ആ ഷിർക്ക് എന്നാണ് ഉച്ചാരണം വരേണ്ടത്, ഷിർക്ക് എന്നാണ്, ഷിർ എന്നാണ് നമ്മൾ പറയാറുള്ളത്, ഷിർ എന്നാണ്. ആ ഒരു തർക്കീക്ക് തന്നെയാണ് ഓതുമ്പോഴൊക്കെ വരേണ്ടത്. വല്ലാഹു ആലം. ഓക്കെ, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോടും അള്ളാഹു പറയാണ്, ഫഅ്തിയ, നിങ്ങൾ 2 പേരും ചെല്ലണം, ഫിർഔന, ആരുടെ അടുക്കലേക്ക്? ഫിർഔൻ്റെ അടുക്കലേക്ക്. ഫഖൂല, എന്നിട്ട് നിങ്ങൾ 2 പേരും പറയണം. കുൽ എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നതിനാണ് എന്ത് പറയുക? കുൽ എന്ന് പറയുക ആണ്. കുൽ ഹുവല്ലാഹു അഹദ്, കുൽ അഊദു ബി റബ്ബിൽ ഫലക്ക്, ഒക്കെ ഒരാളാണെങ്കിലോ കുൽ കുൽ കുൽ, നീ ഒരാൾ പറയാന്നുള്ളതാണ്. 2 ആളാണെങ്കിലോ കൂല എന്നാണ്. 2ൽ കൂടുതൽ ആളുകളുണ്ടെങ്കിലോ കൂലു എന്നുമാണ് പറയേണ്ടത്. അപ്പോൾ ഫക്കൂല, എന്നിട്ട് നിങ്ങൾ 2 പേരും പറയണം, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ ആരാണ്? റബ്ബുൽ ആലമീനിൻ്റെ റസൂലാണ് എന്ന് പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്ക് ഫിറൗൻ്റെ അടുക്ക് പോയിട്ട് അവരോട് പറയുന്ന ആ വാക്കുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ റസൂലുള്ളയാണെന്നല്ല പറയാൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലാണെന്നല്ല പറയാൻ പറഞ്ഞത്, റസൂലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ്റെ റസൂലാണെന്നാണ് പറയാൻ പറഞ്ഞത്. കാരണം ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച ആളാണ് ആര്? ഫിറൗൻ. ആ ഫിറൗൻ്റെ മോന്തൊക്കെ കിട്ടുന്ന 1ാമത്തെ അടിയാണത്. നീയല്ല റബ്ബ്, വേറെ റബ്ബുണ്ട്, അവൻ റബ്ബുൽ ആലമീനാണെന്നുള്ള ആ ഒരു അടിസ്ഥാനമാണ് ആദ്യമായിട്ട് ഫിറൗനോട് പോയിട്ട് പറയാൻ അള്ളാഹു പറയുന്നത്. ഇവിടെ റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തതൊക്കെ ആലമാണ്, അള്ളാഹു അല്ലാത്തതൊക്കെ ആലമാണ്. മലക്കുകളുടെ ആലമുണ്ട്, മലക്കുകളുടെ ലോകമുണ്ട്, ജിന്നുകളുടെ ലോകമുണ്ട്, മനുഷ്യരുടെ ലോകമുണ്ട്, പക്ഷികളുടെ ലോകമുണ്ട്. അള്ളാഹു അല്ലാത്തതൊക്കെ ആലം എന്നതിലാണ് പെടുക. അതിൻ്റെ ഒക്കെ റബ്ബാണ് ആര്? അള്ളാഹു. അപ്പോൾ അതാണ് ഫിറൗനോട് പോയിട്ട് നീ
പറയേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കി, ഇന്ന റസൂലു റബ്ബിൽ ആലമീൻ എന്ന് പറയാനാണ് പറഞ്ഞത്. റസൂൽ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരാ? ഒരാളാണ്. പക്ഷെ അവിടെ ശരിക്കും എത്ര ആളുണ്ട്? രണ്ടാളില്ലേ? മൂസാ നബിയും ഹാറൂൻ നബിയും രണ്ടാളുണ്ട്. എന്നിട്ട് ഇവിടെ പറഞ്ഞത് എന്താണ്? റസൂലു എന്നുള്ളതാണ്. അതിന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്ന 3 വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, അങ്ങനത്തെ ഒരു പ്രയോഗം അറബിയിലുണ്ട്. ഏകവചനം പറഞ്ഞിട്ട് അതുകൊണ്ട് 2ഉം അതിൽ കൂടുതലൊക്കെ ആളുകളെ ഉദ്ദേശിക്കുന്ന ഒരു രീതി അറബി ഭാഷയിലുണ്ട്. ഇപ്പോൾ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇമാമുകളാക്കണേ എന്നുള്ളടത്ത് എന്താ പറഞ്ഞത്? ഇമാമീൻ എന്ന് പറഞ്ഞില്ല, ഇമാമ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും അവിടെ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ ഏകവചനത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയോഗം എന്തുണ്ട്? അറബി ഭാഷയിലുണ്ട്. ഇപ്പോൾ സൂറത്തു കഹ്ഫിൽ അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദുവ്. അല്ലേ? പിശാചിനെയും അവൻ്റെ സന്തതികളെയും നിങ്ങൾ ഔലിയാക്കളായിട്ട് സ്വീകരിക്കുകയാണോ? വഹും ലക്കും അദുവ്. കുറേ ആൾക്കാരുണ്ട് അവിടെ. ശരിക്കും അദു എന്നല്ല, അദ എന്നാണല്ലോ പറയേണ്ടത്. പക്ഷേ ആ അദ എന്നുള്ള അർത്ഥം കിട്ടാൻ പറഞ്ഞത് എന്താണ്? അദുവ് എന്നുള്ള ഏകവചനമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി അറബി ഭാഷയിലുണ്ട്. ആ രീതിയിലായിരിക്കാം ഇന്ന റസൂൽ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതെന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, അടിസ്ഥാനപരമായിക്കൊണ്ട് റസൂൽ എന്നുള്ളത് ആരാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സഹായിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മൂസാ നബിയെ ഉദ്ദേശിച്ചുകൊണ്ട് റസൂൽ എന്ന് ഒരാളാക്കിയിട്ട് പറഞ്ഞതാണെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു തഫ്സീർ. മൂന്നാമത്തെ തഫ്സീർ അത് റിസാലത്ത് എന്ന അർത്ഥത്തിൽ, സന്ദേശം എന്ന അർത്ഥത്തിൽ റസൂൽ എന്ന് പറഞ്ഞതാണ്. രണ്ടാളും വന്നത് ഒരേ ദൗത്യത്തിനാണല്ലോ. അപ്പോൾ ആ റിസാലത്ത് എന്നുള്ള അർത്ഥത്തിൽ ഏകവചന രൂപത്തിൽ പ്രയോഗിച്ചതാണെന്നുള്ളതാണ് മൂന്നാമത്തൊരു തഫ്സീർ. നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ടോ? നബിയും റസൂലും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്, ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു അലം, രണ്ടും രണ്ടർത്ഥത്തിലും പ്രയോഗിക്കുന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നബിയും റസൂൽ, നബി എന്നുള്ള വാക്ക് ഒറ്റയ്ക്ക് വന്നു, റസൂൽ എന്നുള്ളൊരു വാക്ക് ഒറ്റയ്ക്ക് വന്നാൽ അവിടെ റസൂൽ എന്നുള്ള അർത്ഥവും നബി എന്നുള്ള അർത്ഥം കിട്ടും. ഇപ്പോൾ റസൂൽ എന്നുള്ളൊരു വാക്ക് മാത്രമാണ് ഒരു സ്ഥലത്ത് വന്നതെങ്കിൽ അത് നബിയാണ് റസൂലാണ് നമുക്ക് പറയാം. ഇനി നബി എന്നുള്ള വാക്ക് മാത്രം വന്നെങ്കിൽ അത് നബിയാണ് റസൂലാണെന്ന് നമുക്ക് പറയാമെന്നുള്ളതാണ്. അതെ, അങ്ങനത്തെ വ്യത്യാസങ്ങൾ പറഞ്ഞവരുണ്ട്. ഇപ്പോൾ നബിയും റസൂലും തമ്മിലുള്ള ഒരു മാറ്റമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, റസൂൽ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായിട്ടുള്ളൊരു ശരീഅത്ത് ഉണ്ടാകും, അവർക്ക് അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ നബി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റസൂലിൻ്റെ പിൻഗാമിയായിട്ട് വരും, അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്വതന്ത്രമായിട്ടുള്ള ശരീഅത്ത് ഉണ്ടാവില്ല. മുമ്പ് വന്ന നബി ക്ഷണിച്ച ആ ശരീഅത്തിലേക്ക് തന്നെ ആയിരിക്കും ഇവരെന്ത് ചെയ്യുക? ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല എങ്കിൽ അംഗീകരിക്കുന്ന ഒരു ടീമിലേക്ക് അയക്കപ്പെട്ട ആൾ നബിയാണ്, എതിരാളികളായ ആളുകളിലേക്ക് അയക്കപ്പെട്ട ആൾ റസൂലാന്നുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട്. ആദ്യത്തെ റസൂലിനെ എണ്ണുമ്പോൾ ആദ നബിനെ അല്ല എണ്ണാറുള്ളത്. അവ്വലുഹും നൂഹുൻ അലൈഹി ഇസ്ലാം എന്നാണ് പറയല്. ആദ്യത്തെ റസൂലായിട്ട് നൂഹ നബിയാണ് കണക്കാക്കാറുള്ളത്. ആദ നബിയെ നബി ആയിട്ടുമാണ് കണക്കാക്കാറുള്ളത്. അങ്ങനത്തെ ഒരു മാറ്റം പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു റസൂലും ഇങ്ങനെ വ്യത്യാസം പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. റസൂലുമാർക്കാണ്, എല്ലാ റസൂലുമാർക്കും എന്ത് നൽകപ്പെട്ടിട്ടുണ്ട്? ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എല്ലാ റസൂലുമാർക്കും. നമുക്ക് ആകെ അറിയാം എത്രയാണ്? 5 അല്ലെങ്കിൽ 6 ആണ്. ഇപ്പോൾ ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, പിന്നെ സുഹ്ഫി ഇബ്രാഹീമ വ മൂസ. അല്ല 5 6 എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ സുഹ്ഫി ഇബ്രാഹീമ വ മൂസ എന്ന് പറയുമ്പോൾ മൂസാ നബിക്കും ഏട് നൽകി എന്ന് പറഞ്ഞാൽ അത് തൗറാത്താണോ അതല്ല തൗറാത്തിന് പുറമെയുള്ള വേറെ ഏടാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 5 അല്ലെങ്കിൽ 6 ആണ് നമുക്കറിയാമെന്ന് പറഞ്ഞത്. അതല്ലാത്ത എല്ലാ റസൂലുമാർക്കും ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് സൂറത്തുൽ ഹദീദിലെ 25-ാമത്തെ ആയത്ത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ആയത്തിൽ നിന്നാണ് തെളിവെടുക്കുന്നത്. എല്ലാ റസൂലുമാർക്കും എന്ത് നൽകപ്പെട്ടിട്ടുണ്ട്? ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. വ അൻസൽനാ മഅഹുമുൽ കിതാബ്, അവരുടെ കൂടെ അള്ളാഹു കിതാബും ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്ന് സൂറത്തുൽ ഹദീദിലെ 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അല്ലാഹു അലം. അതെ, അങ്ങനെ വ്യത്യാസം പറഞ്ഞവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. നബിയും റസൂലും ഒന്നാന്ന് പറഞ്ഞവരുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലൊക്കെ അഭിപ്രായം പറഞ്ഞവരാണ്. നബിയും റസൂലും ഒക്കെ ഒന്ന് തന്നെയാണ്. എല്ലാ
ഈ വ്യത്യാസം പറയുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ എല്ലാ നബിമാരും റസൂലുമാരല്ല, എന്നാൽ എല്ലാ റസൂലുമാരും ആരായിരിക്കും? നബിമാരായിരിക്കും. വ്യത്യാസം പറയുകയാണെങ്കിൽ, വ്യത്യാസം പറഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രയോഗിക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ ഒരായത്തുണ്ടല്ലോ, കാന അന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുന്ദിരീൻ. അവിടെ നബിയ്യീൻ എന്നാണ് പറഞ്ഞത്, അവിടെ റസൂൽ എന്നുള്ള പ്രയോഗമില്ല. ആ നബിമാരെ എന്തായിട്ട് നിയോഗിച്ചു എന്നാണ് പറഞ്ഞത്? മുബശ്ശിറും മുന്തിറുമായിട്ട് നിയോഗിച്ചു എന്നാണ് പറഞ്ഞത്. ഈ നബിയും റസൂലും തമ്മിലുള്ളൊരു വ്യത്യാസം പറഞ്ഞ സമയത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, നബിക്ക് വഹി ഉണ്ടാകും, എന്നാൽ അത് എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പന ഉണ്ടാവില്ല എന്നാണ്. റസൂലിന് വഹി ഉണ്ടാകും, എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പന ഉണ്ടാകും. ഇതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞൊരു വ്യത്യാസം. നബിക്കും റസൂലിന് വഹി ഉണ്ടാകും, റസൂലിന് അത് എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പന ഉണ്ടാകും, നബിക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പന ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഈ ആയത്തിൽ പറഞ്ഞതോ, കാന അന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുന്ദിരീൻ. അപ്പോൾ അവിടെ നബി എന്നാണ് പ്രയോഗിച്ചത്. ആ നബിയെ എങ്ങനെ നിയോഗിച്ചു എന്നാണ് പറഞ്ഞത്? മുബശ്ശിറും മുന്തിറുമായിട്ട് നിയോഗിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു അല്ല അങ്ങനത്തെ ഒരു വ്യത്യാസം ഇല്ല എന്നുള്ള അഭിപ്രായമാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. കിബാറുകളായ ഉലമാക്കളൊക്കെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാനും പറ്റും. അള്ളാഹു അലം. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് പറയാം. എന്താ ദംബുൻ എന്ന പദത്തിൻ്റെ ബഹുവചനം? ദുനൂബ് അല്ലേ? മദിയനിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഷുഐബ് നബി അലൈഹി സ്വലാം ആണോ? അല്ല, അത് വേറെ തന്നെ റജുലുൻ സാലിഹാണ്. മക്കൾക്ക് നബിമാരുടെയും ജിബ്രീലിൻ്റെയും മലക്കുകളുടെയൊക്കെ പേരിടാൻ പറ്റുമോ? പറ്റും അല്ലേ? അതിനുള്ള ഒരു തെളിവാണ് യാ ഉഖ്ത ഹാറൂൻ എന്നുള്ള സംഭവം. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകൻ്റെ പേരെന്താണ്? ഇബ്രാഹിം അല്ലേ? അപ്പോൾ നബിമാരുടെ പേരിടാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ മലക്കുകളുടെ പേരിടാം. ജിബ്രീൽ എന്നൊരാൾ കുട്ടിക്ക് പേരിട്ടു, അതിൽ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ല ആൾക്കാരുടെ പേരിടുമ്പോൾ അത് കുറച്ചും കൂടി നല്ല പേരായിട്ട് കണക്കാക്കപ്പെടുന്നുള്ളതാണ്. അള്ളാഹുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? അബ്ദുള്ള, അബ്ദുറഹ്മാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരുകൾ അബ്ദുള്ള, അബ്ദുറഹ്മാനാണെന്നൊക്കെ പറഞ്ഞു. കുട്ടികൾക്കൊക്കെ പേരിടുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല പേരുകൾ തിരഞ്ഞെടുക്കുക. സഹാബിമാരുടെ നല്ല നല്ല ആൾക്കാരുടെയൊക്കെ പേരുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും ഇന്നത്തെ ഈ കുറച്ച് ഭാഗങ്ങളൊന്ന് ഓതിയിട്ട് നമുക്ക് നിർത്താമെന്ന് വിചാരിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഹും അലയ്യ ദംബുൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. قال كلا فاذهبا بآياتنا إنا معكم مستمعون. فأتيا فرعون فقولا إنا رسول رب العالمين. ഈ ഒരു കൂടിയിരുത്തത്തിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു പുറത്തു തരട്ടെ. ഹദാ വല്ലാഹു അലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ.